നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അയർലൻഡിലെ ഇന്നത്തെ വാട്ടർഫോർഡ് സിറ്റി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് യുവാക്കളെ ഒന്നൊന്നായി കൊന്നൊടുക്കുന്ന ഡിയർ ഡ്യൂ എന്ന രക്തരക്ഷസിനെ ഭയന്ന് ആ നാട്ടിലെ ജനങ്ങൾ അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ തയ്യാറായി. അവരുടെ ഭീകരതയിൽ ആ ഗ്രാമം തന്നെ വിറങ്ങലിച്ചുപോയി. ആരായിരുന്നു അവൾ? എന്തായിരുന്നു അവളുടെ കഥ? ഇതിനെക്കുറിച്ച് അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റർ. ഒരു ഗ്രാമത്തിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ആ നാട്ടിലെ ഒരു കർഷകനായ യുവാവുമായി സ്നേഹത്തിലായിരുന്നു. അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അക്കാലത്ത് പ്രണയ വിവാഹത്തെക്കാൾ ഉപരി അറേഞ്ച്ഡ് വിവാഹത്തിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. അതിനാൽ അവൾ തന്റെ ആഗ്രഹം അവളുടെ പിതാവിനോട് പറഞ്ഞെങ്കിലും കർഷക യുവാവുമായുള്ള വിവാഹത്തെ അയാൾ എതിർത്തു. മാത്രമല്ല, അയാൾക്ക് പണത്തോടും പ്രതാപത്തോടും വല്ലാത്തൊരു ആർത്തിയായിരുന്നു. അതിനാൽ അയാൾ തന്റെ മകളുടെ വിവാഹം ആ സമൂഹത്തിലെ സമ്പന്നനായ ഒരു മധ്യവയസ്കനുമായി തീരുമാനിച്ചു. എന്നാൽ ആ പെൺകുട്ടി തന്റെ പിതാവിനെ എതിർത്തു. പക്ഷെ അവളുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ അയാൾ അവളെ ആ മധ്യവയസ്കനായ മനുഷ്യന് വിവാഹം ചെയ്തു കൊടുത്തു. അവളുടെ വിവാഹ ജീവിതം ദുരിതപൂർണമായിരുന്നു. അവളുടെ ഭർത്താവായ മനുഷ്യൻ ക്രൂരനും മദ്യപാനിയുമായിരുന്നു. അയാൾ നിരന്തരം അവളെ ഉപദ്രവിക്കുകയും അവളെ വലിച്ചിഴച്ചൊരു വലിയ മുറിയിൽ പൂട്ടിയിടുകയും അതിനുശേഷം അയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നും അയാൾ അവളെ മർദ്ദിക്കുമായിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുന്നത് കാണുന്നത് അയാൾക്കൊരു ഹരമായിരുന്നു. തന്റെ കാമുകൻ തന്നെ രക്ഷിക്കാൻ വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ ആരും വന്നില്ല. ഒടുവിൽ തന്റെ ജീവിതത്തോടുള്ള വിരക്തിയും അവൾ ഭക്ഷണവും വെള്ളവുമെല്ലാം ഉപേക്ഷിച്ച് ദിവസങ്ങളോളം പട്ടിണി കിടന്നു. ഒടുവിൽ ഒരു ദിവസം ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും വേദനയിൽ നിന്നവൾ എന്നേക്കുമായി മുക്തയായി. ഗ്രാമവാസികൾ അവളുടെ മരണവാർത്ത അറിഞ്ഞ് ദുഃഖിതരായി. അവളെ രക്ഷിക്കാൻ കഴിയാത്തതിൽ എല്ലാവരും പശ്ചാത്തപിച്ചു. അവളുടെ മരണവാർത്തയെക്കുറിച്ച് അറിഞ്ഞ അവളുടെ ഭർത്താവിനും പിതാവിനും ഒരു ദുഃഖവും ഉണ്ടായില്ല. ഒടുവിൽ ഗ്രാമവാസികൾ അവളുടെ മൃതശരീരം സ്ട്രോങ് ബൈ ട്രീ എന്നറിയപ്പെടുന്ന മരത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു. മരിച്ചവരുടെ ശവകുഴികൾക്ക് മുകളിൽ പാറകൾ അടുക്കുന്നത് പണ്ടത്തെ ഒരു ഐറിഷ് ആചാരമായിരുന്നു. ആ മൃതദേഹങ്ങൾ പ്രേതാത്മാക്കളായി പുറത്തേക്ക് വരില്ല എന്നൊരു വിശ്വാസമായിരുന്നു ഇതിന് പിന്നിൽ. പക്ഷെ അവളോടുള്ള സ്നേഹം മൂലം അവർ അവളുടെ ശവകുഴിക്ക് മുകളിൽ പാറകൾ അടുക്കാതെ തിരികെ പോയി. എന്നാൽ അവളുടെ സംസ്കാരം നടന്ന രാത്രി തന്നെ ഒരു ചെറുപ്പക്കാരൻ അവന്റെ കിടക്കയിൽ നിന്ന് അപ്രത്യക്ഷനായി. അവനോടൊപ്പം ഉറങ്ങിക്കിടന്ന അവന്റെ സഹോദരൻ അടുത്തുള്ള കാട്ടിൽ നിന്ന് മനോഹരമായ ഒരു ഗാനം വരുന്നതും കൂടാതെ നൃത്തം ചെയ്യാൻ കൂടെ വരാൻ പറയുന്ന മൃദുവായൊരു ശബ്ദവും കേട്ടതായി അവൻ സ്വപ്നം കണ്ടതായി പറഞ്ഞു. തന്റെ സഹോദരൻ ആരും കാണാതെ ജനൽ വഴി പുറത്തേക്ക് പോകുന്നതും പിന്നെ വനപ്രദേശത്തെ മൂടൽ മഞ്ഞിൽ മറിഞ്ഞതായും അവൻ സ്വപ്നം കണ്ടു. ദിവസങ്ങൾ കടന്നുപോയി. ആ യുവാവിനെ കാണാതായതിനെ തുടർന്ന് ഗ്രാമവാസികൾ തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ എത്ര തിരഞ്ഞിട്ടും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവന്റെ മൃതശരീരം ശ്മശാനത്തിനടുത്തുള്ള ഒരു കുഴിയിൽ നിന്ന് കണ്ടെത്തി. അവന്റെ ശരീരം വിളറി വെളുത്തിരുന്നു. ശരീരത്തിൽ രക്തത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ശരീരത്തിലുടനീളം എണ്ണമറ്റ മുറിവുകളും ഉണ്ടായിരുന്നു. ഗ്രാമമാകെ യുവാവിന്റെ മരണവാർത്ത പരിഭ്രാന്തി പരത്തി. അവരുടെ അന്വേഷണത്തിൽ ശ്മശാനത്തിലെ അവളുടെ ശവകുഴിയും ശൂന്യമായിരുന്നു. അവളുടെ കോപവും പ്രതികാരദാഹവുമുള്ള പ്രേതാത്മാവ് കുഴിമാടത്തിൽ നിന്ന് പുറത്തിറങ്ങി എന്നറിഞ്ഞതിൽ അവർ ഭയന്നു. രാത്രികാലങ്ങളിൽ അവളെ ഭയന്ന് ആരും പുറത്തിറങ്ങാതെയായി. എന്നാൽ ഇതൊന്നും അറിയാതെ സുഖജീവിതം നയിക്കുന്ന അവളുടെ പിതാവ് അറിഞ്ഞിരുന്നില്ല അവളുടെ അടുത്ത ഇര അയാളായിരിക്കുമെന്ന്. ഒരു രാത്രിയിൽ അവൾ തന്റെ ബാല്യകാല ജീവിതം ചെലവഴിച്ച തന്റെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു. ഇന്നവളുടെ മുഖത്ത് പഴയ സൗന്ദര്യത്തെക്കാൾ ഉപരി പൈശാചികത്വമായിരുന്നു ഉള്ളത്. അവൾ തന്റെ പിതാവിന്റെ അടുത്തെത്തി. അയാളുടെ അടുത്തിലിരുന്ന് അയാളുടെ അവസാന ജീവശ്വാസം വരെ വലിച്ചെടുത്തതിനു ശേഷം അവളുടെ കൂർത്ത പല്ലുകളാൽ അയാളുടെ കഴുത്ത് കടിച്ചു മുറിച്ച് രക്തം മുഴുവൻ ഊറ്റിക്കുടിച്ചു. അടുത്ത ദിവസം ഗ്രാമവാസികൾ ഉണർന്നത് അയാളുടെ മരണവാർത്ത കേട്ടാണ്. അയാൾക്ക് തന്റെ തെറ്റിന്റെ ശിക്ഷ കിട്ടിയെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും അവർക്കും ഉള്ളാലെ അവളെ ഭയമായിരുന്നു. അടുത്ത ദിവസം രാത്രിയിൽ അവൾ പോയത് തന്റെ അടുത്ത ഇരയായിരുന്ന അവളുടെ ഭർത്താവിന്റെ അടുത്തേക്കായിരുന്നു. അയാൾ മദ്യപിച്ച് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നത് കണ്ട് അവൾ അവന്റെ അടുക്കലെത്തി. അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ജീവൻ വലിച്ചെടുക്കുകയും അവന്റെ കഴുത്ത് കടിച്ചു മുറിച്ച് അവന്റെ സിരങ്ങളിലെ രക്തമെല്ലാം ഊറ്റിക്കുടിച്ചവൾ തന്റെ പ്രതികാരം തീർക്കുകയും ചെയ്തു. എന്നാൽ പിന്നങ്ങോട്ട് അവൾക്ക് രക്തത്തോട് വല്ലാത്തൊരു അനുഭവം കൂടിക്കൂടി വന്നു. രക്തം അവൾക്ക് ഹരമായി മാറി. അവൾ ഗ്രാമത്തിലെ യുവാക്കളെയും നവജാത ശിശുക്കളെയും തേടിപ്പിടിച്ച് വേട്ടയാടാൻ തുടങ്ങി. എന്നാൽ ജനങ്ങൾ അവളുടെ ഇരയാകാതിരിക്കാൻ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി. അവരിൽ ചിലർ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവളുടെ ശവക്കുഴിയിൽ കല്ലുകൾ സ്ഥാപിക്കുകയും ആത്മാവിനെ അവിടെ ബന്ധിക്കുകയും ചെയ്തു. എന്നാൽ
ആളൊഴിഞ്ഞ ഗ്രാമം ശ്മശാന തുല്യമായി മാറിയിരുന്നു. അവളെ ഭയന്ന് ആരും ആ ഗ്രാമത്തിൽ താമസിക്കാതെയായി. ഇന്നും അവളുടെ ശവകുടീരം റെജിനാൾഡ് ഗവർണറത്തിലുള്ള ഒരു ശ്മശാനത്തിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ കല്ലുകൾ കൊണ്ട് മൂടിയ നിലയിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നും അവളുടെ കഥ ഒരു ഭയപ്പെടുത്തുന്ന ഇതിഹാസമായി തന്നെ അവിടെ നിലനിൽക്കുന്നു.